ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തേത് ചെറിയൊരു സൽക്കാര വീഡിയോ ആണ് കേട്ടോ. ഉമ്മച്ചിയുടെ പ്രിയപ്പെട്ട സെയ്താത്ത, അതായത് നമ്മൾ മലേഷ്യൻ വ്ളോഗിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കേട്ടോ. അവരും അവരുടെ മക്കളും മരക്കളൊക്കെ കൂടി നമ്മളെ വീട്ടിൽ വന്ന് കഥയൊക്കെ പറഞ്ഞിരുന്ന് നല്ല ഫുഡൊക്കെ കഴിക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതാ അവരെത്തിയ പാടെ നമ്മൾ നല്ല ഓറഞ്ച് ജ്യൂസൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കൊടുത്ത് പിന്നെ കുറേ നേരം കഥയൊക്കെ പറഞ്ഞിരുന്ന് നമ്മളിതാ ഇത്ര ആൾക്കാരുണ്ട് കേട്ടോ. സെയ്താത്തയുടെ മക്കളും പേരക്കുട്ടികളും മരക്കളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നല്ല കണക്ഷനാണ് ഇവരായിട്ട്. അപ്പോൾ നമ്മൾ മലേഷ്യൻ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതാണ് നമ്മുടെ സെയ്താത്ത. അങ്ങനെ എന്താ കുട്ടികളൊക്കെ വന്ന് എല്ലാവരും ജ്യൂസൊക്കെ കുടിക്കുന്ന തിരക്കിലാണ്. കുട്ടികളൊക്കെ അവിടെ കളിക്കുന്ന തിരക്കിലാണ്. അപ്പോൾ നമ്മളിതാ കിച്ചണിൽ ഫുഡൊക്കെ സെറ്റ് ചെയ്യാൻ പോവാണ്. പ്ലേറ്റൊക്കെ എടുത്ത് നല്ല പോലെ ഫുഡൊക്കെ സെറ്റ് ചെയ്യാൻ പോവാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഐറ്റംസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഇതാ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ നിരനിരായിട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല നമ്മളെ സ്പെഷ്യലായിട്ടുള്ള മുട്ടപ്പത്തിരിയും നല്ല പത്തിരി, ബീഫ്, മട്ടൻ കാല്, അങ്ങനെ ഒരുവിധം എല്ലാ ഐറ്റംസും ഉണ്ട്. അങ്ങനെ ഇതാ ടേബിളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ വിരുന്നുകാർ ഇതാ വീട്ടിൽ ആൽബം കാണലും പിന്നെ കഥ പറഞ്ഞിരിക്കലും നമ്മൾ വീട്ടിലേക്ക് അവർ കുറേ കാലത്തിന് ശേഷം വരികയാണ്. അപ്പോൾ വീടൊക്കെ കാണുന്ന തിരക്കിലാണ് കേട്ടോ. അങ്ങനെ ഇതാ നല്ല കിണ്ണത്തപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അമ്മച്ചി അത് കട്ട് ചെയ്യുന്ന തിരക്കിലാണ്. അതിൻ്റെ കൂടെ നല്ല ബീഫും മട്ടൻ്റെ കാലും പിന്നെ നല്ലൊരു സ്റ്റൂവും അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്ക് പറ്റുന്നതൊക്കെ അമ്മച്ചി തന്നെയാണ് കേട്ടോ കാര്യമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ നമ്മളിതാ ഫുഡൊക്കെ ഉണ്ടാക്കി അതൊക്കെ പ്രിപ്പയർ ചെയ്ത് ടേബിൾ സെറ്റ് ചെയ്യാനുള്ള തിരക്കിലാണ് കേട്ടോ. പിന്നെ നല്ല മന്തി ഉണ്ടായിരുന്നു, നല്ല ചിക്കൻ മന്തിയാണ് ഉണ്ടാക്കിയത്. അങ്ങനെ ഇതാ ഫൈനൽ ഡെക്കറേഷനിലാണ്. മട്ടൻ്റെ മീതം അതുപോലെ ബീഫ് റോസ്റ്റിന് മീതൊക്കെ മല്ലിച്ചപ്പൊക്കെ ഇട്ട് കൊടുക്കേണ്ട തിരക്കിലാണ് കേട്ടോ. പിന്നെ ഇതാ നല്ല ഫിഷ് ഫ്രൈയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കുട്ടികൾക്കൊക്കെയാണെങ്കിൽ വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കഥ പറഞ്ഞിരുന്നിട്ട് ഫുഡ് എടുക്കാൻ കുറച്ചൊന്ന് ലേറ്റ് ആയിട്ടോ. അടുത്ത ദിവസം ഇവർക്കൊക്കെ ക്ലാസ് ഉള്ളതാണല്ലോ. അപ്പോൾ ഇതാ ഉമ്മച്ചി ഓരോന്നായിട്ട് ഐറ്റംസ് ആയിട്ട് കൊടുന്ന് ടേബിളിൽ വെക്കുകയാണ്. അങ്ങനെ ഇതാ പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് ടേബിളിൽ ഐറ്റംസൊക്കെ ഇങ്ങനെ വെച്ച് ഇതാ നല്ല മന്തിയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാ ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ടേബിളൊക്കെ സെറ്റ് ചെയ്താൽ ഇപ്പോഴും ഇവിടുത്തെ കഥ പറച്ചിലൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ അവരൊക്കെ പുറത്തൊക്കെ ഒന്ന് കാണാനും ചുറ്റുപാടൊക്കെ ഒന്ന് കാണാനായിട്ട് എല്ലാവരും കൂടി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട് വരുന്നതും ഫുഡ് കഴിക്കുന്നതൊക്കെ. ഇതാ എല്ലാവരും റെഡിയായി കൈയൊക്കെ കഴുകി നല്ല ഫുഡ് കഴിക്കാനുള്ള പ്രിപ്പറേഷനിലാണ് കേട്ടോ. നമ്മൾ കറക്റ്റ് ചെയറൊക്കെ സെറ്റ് ചെയ്തതാ എല്ലാവരും ഇരിക്കാൻ പോവാണ്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് നേരം നല്ല കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് നല്ല കഥയൊക്കെ പറഞ്ഞിട്ട് നല്ല ലേറ്റ് ആയിട്ടാണ് കേട്ടോ നമ്മൾ പിരിഞ്ഞത്. അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു ഇന്ന്. നമുക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും വന്ന് ഫുഡൊക്കെ കഴിച്ച് കുറേ കഥകളൊക്കെ പറഞ്ഞ് നല്ല രസമായിരുന്നു കേട്ടോ ഇന്ന്. അങ്ങനെ തീരാ കഥകളൊക്കെ പറഞ്ഞ് ഉമ്മച്ചിയും സെയ്താത്തയും മക്കളും മരക്കളും ഞാനും അങ്ങനെ എല്ലാവരും കൂടി കഥയൊക്കെ പറഞ്ഞ് ഇന്നത്തെ ദിവസം നമ്മൾ അടിപൊളിയാക്കിയിരിക്കുകയാണ് കേട്ടോ.